തന്നെയാണ് അള്ളാഹു. ഭഗവാൻ മൂന്നായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു, മൂന്ന് മൂർത്തികളായിട്ടിരിക്കുന്നു പറഞ്ഞു. ഒന്ന് വിഷ്ണു എന്ന് പറയുന്നത് സൃഷ്ടാവാണ്, സൃഷ്ടിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബ്രഹ്മാവെന്ന് പറഞ്ഞ സ്ഥിതിയാണ്. ശിവൻ എന്ന് പറഞ്ഞ സംഹാരമാണ്. സംഹാരം എന്ന് പറഞ്ഞാൽ കൊല്ലുക, നശിപ്പിക്കുക എന്നാണ്. അപ്പൊ ശിവൻ എന്ന് പറയുന്നത് താമസമൂർത്തിയാണ്, സംഹാരമൂർത്തിയാണ്. ശിവൻ തന്നെയാണ് അള്ളാഹു എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 10 പോയിന്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവന്റെ ആഭരണങ്ങളാണ് ചന്ദ്രകലയും നക്ഷത്രവും. ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ അടയാളം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ശിവാരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലിംഗാരാധനയാണ്. ശിവലിംഗത്തെയാണ് ലോകമെമ്പാടും മനുഷ്യർ ആരാധിക്കുന്നത്. എല്ലാ മനുഷ്യരും അല്ല, ലോകമെമ്പാടും ശിവലിംഗങ്ങളുണ്ട്. ശിവലിംഗത്തിന് പ്രത്യേകത ഉണ്ട്, നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു യോനിക്കല്ലിലാണ്. അതുപോലെ തന്നെ ശിവലിംഗത്തിന് ചർമ്മമില്ല. അപ്പൊ ശിവാരാധനയില് പ്രധാനമായിട്ട് ലിംഗാരാധനയാണ്. ഒരു കൂട്ടം ശിവന്മാർ അല്ലെങ്കിൽ ശൈവന്മാര് തങ്ങളുടെ ലിംഗത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദിക്കുന്നുണ്ട്. ശിവലിംഗം പോലെ ആക്കിയിട്ട് അവര് സ്വന്തം ലിംഗം കൊണ്ട് പൂജ നടത്തുന്നു പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കാമമാണ്. അവരുടെ പൂജ എന്ന് പറഞ്ഞാൽ സെക്സ് ആണ്. അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സെക്സ് തന്നെയാണ്. അതാണ് ഒരു കൂട്ടം ശിവന്മാർ ചെയ്യുന്നത്. മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് സന്യാസികളാണ്. അവര് ഈ നഗ്നതാ പ്രദർശനങ്ങളൊക്കെ നടത്താറുണ്ട്. അവരുടെ ലിംഗത്തിൽ കല്ല് കെട്ടി തൂക്കിയിടാറുണ്ട്. അവർ ലിംഗങ്ങളൊക്കെ മറ്റുള്ളവരെ മുമ്പിൽ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരെ കൊണ്ട് ലിംഗത്തിൽ പൂജ നടത്തുന്നുണ്ട്. അതുപോലെ ഈ യോനിക്കല്ല് പൂജ, കാമാഖ്യ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അവിടെ സതിയുടെ യോനിയാണ് പൂജിക്കപ്പെടുന്നത്. അപ്പൊ ഈ വക ആരാധനകളിൽ ഈ വക എന്താ പറയാ അധമമായ ആചാരങ്ങളെല്ലാം ഉള്ളതാണ് ശിവാരാധന എന്ന് പറയുന്നത്. പിന്നെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് കാമഭ്രാന്തന്മാരാണ്. അവരൊരു കൊലപാതക രാഷ്ട്രീയക്കാരാണ്. അവരാണ് പല സ്ഥലത്തും ബലാത്സംഗ വീരന്മാരായിരിക്കുന്നത്. അവർക്ക് അമ്മയെന്നോ പെങ്ങളെന്നോ മകളെന്നോ ഒന്നുള്ള ഭേദം അവർക്കില്ല. പൊതുവെ അസുരന്മാർക്ക് അമ്മയെന്നും മകളെന്നും സഹോദരി എന്നുള്ള ഭേദഭാവങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇതൊക്കെ ശിവാരാധനയുടെ ഭാഗം തന്നെയാണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞ ബലിയാണ് മറ്റു ശിവാരാധന. മൃഗങ്ങളെ ബലി കൊടുക്കുക, പക്ഷികളെ ബലി കൊടുക്കുക. അത് പല മതത്തിലും അതുണ്ട്. ദേവമതത്തിലില്ല, വൈഷ്ണവമതത്തില് ബലിയില്ല. ബലി കൊടുക്കുന്നുണ്ട്. നരബലിയാണ് ഇവർക്ക് പ്രധാനം. അതായത് മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാരെ കൊല്ലുക, ദൈവത്തിന്റെ നാമത്തിൽ കൊല്ലുക, അതാണ് നരബലി എന്ന് പറയുന്നത്. അപ്പൊ നരബലി ഇന്നും ഈ നിമിഷവും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതും ശിവാരാധനയുടെ ഭാഗമാണ്. പിന്നെ കശാപ്പ് നടത്തുന്നവര്, ഭൂമിയിൽ എല്ലായിടത്തും മൃഗങ്ങളെ കൊല്ലുന്നവരും പക്ഷികളെ അതായത് കോഴിയൊക്കെ കൊല്ലുന്നവരെല്ലാം ശിവന്മാര് തന്നെയാണ്, അസുരന്മാരാണ്. ഒരിക്കലും ഒരു ദേവനും ഒരു ജീവിയെയും കൊല്ലുകയില്ല. അവര് മാംസഭക്ഷണം കഴിക്കുമെങ്കിലും അവര് അഹിംസാവാദികളാണ്. അവര് സമാധാന കാംക്ഷികളാണ്. അവരാരോടും വഴക്കിന് പോകാത്തവരാണ്. അപ്പം ഈ ലോകത്ത് കൊല്ലുന്നവരും കശാപ്പ് ചെയ്യുന്നവരും എല്ലാം അസുരന്മാരാണ്, യാതൊരു സംശയമില്ല. അപ്പം അത് സംഹാരമാണ്. അത് ശിവന്റെ ഒരു ഗുണം തന്നെയാണ് ബലി. നാലാമത്തെ ഭഗവാൻ ശിവന് 4 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു അസുരന് 4 വിവാഹമാകാം. ശിവന് ബന്ധമുള്ള സ്ത്രീകൾ ഇവരാണ്: സതി, പാർവതി, ഗംഗ, മോഹിനി. വേറെയും സ്ത്രീകളുണ്ട്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അഞ്ചാമത്തേതെന്ന് പറയുന്നത്